ഉസ്താദ് മസ്ഊദ് സഖാഫി അൽ ഹാഫിള് മസ്ഊദ് സഖാഫി ഉസ്താദ്, അല്ലാഹുവേ നീ ആ മഹാനുഭാവന്റെ ബർസഖിയും ഉഖർവിയുമായ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ആ ഖബറിൽ വെളിച്ചം നിറക്കണേ അല്ലാഹ്. പ്രഭാഷണ മണ്ഡലത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമൊക്കെ ഒരു ആത്മമിത്രത്തെ പോലെ, ഒരു ഉറ്റ സുഹൃത്തിനെ പോലെയായിരുന്നു. എന്തിനേറെ പറയണം, ഒരു തീരാ നോവായി അവസാനിക്കാത്തൊരു നൊമ്പരം പോലെ. കാസർഗോഡ് ഇന്ന് എനിക്ക് പരിപാടിയുള്ള സ്ഥലത്ത് നാളെ മസ്ഊദ് സഖാഫിക്ക് പരിപാടിയാണ്. ആ ദിവസം അദ്ദേഹത്തിന്റെ ദിവസത്തിന്റെ പ്രഭാതത്തിലാണ് അഭിവന്ദ്യനായ ഹാഫിൾ മസ്ഊദ് സഖാഫി ലോകത്തോട് വിട പറയുന്നത്. ആ മരണവാർത്ത ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ കഴിയാത്തതായിരുന്നു. അന്ന് മരണവാർത്ത അറിഞ്ഞ് ഉസ്താദിന്റെ വീട്ടിൽ പോയി. ബഹുമാന്യനായ മസ്ഊദ് ഉസ്താദ് ഇങ്ങനെ വഫാത്തായിട്ട് കിടക്കുന്ന ആ ജനാസയുടെ കിടത്തുണ്ടല്ലോ, ആ കിടത്തം കിടക്കണ മുഖത്ത് നോക്കിയാൽ അറിയാം അദ്ദേഹം എന്ത് കണ്ടിട്ടാ പോയത്. ഒരു സ്മേരം, ഒരു ശാന്തത, നല്ല പ്രഭയുള്ള വെട്ടിത്തിളങ്ങുന്ന ഒരു പ്രഭാവലയം ആ മുഖത്തുണ്ടായിരുന്നു. ശാന്ത സൗമ്യനായിട്ട് അദ്ദേഹം ഇങ്ങനെ കിടക്കുക. ആ കിടത്തം കണ്ടാൽ മനസ്സിലാകും ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിർഭയത്വം. അങ്ങനെയുള്ള മയ്യത്തുകളോടാണ് അല്ലാഹു തആലയുടെ മലക്കുകൾ, മുൻകർ നക്കീറുമാര് ആദ്യത്തെ ദിവസം ചോദ്യം ചെയ്യാൻ പേപ്പറായിട്ട് വന്നിട്ട് പിന്നെ പറയാൻ മണവാളൻ കിടന്നുറങ്ങും പോലെ ഉറങ്ങിക്കോ സഹോദരാ. ഇന്നത്തെ ദിവസത്തിന്റെ ശേഷം നിനക്ക് ഭയം വേണ്ട, പേടി വേണ്ട, ബേജാറ് വേണ്ട. സ്വച്ഛന്തമായി, ശാന്തസ്വരൂപനായി, സ്വസ്ഥനായി ഉറങ്ങിക്കോ. അല്ലാഹുവേ, അത്തരത്തിലുള്ള ഉറക്ക് അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ ഒരുപോലെ ഞങ്ങളൊക്കെ ഖബറിൽ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ശുക്ർ